ഹലോ മക്കളെ, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും പ്ലസ് ടു എക്സാംസ് എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എല്ലാവരും പ്രവേശിക്കുകയാണ്. പ്ലസ് ടുവിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ അതിനൊരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി അല്ലെങ്കിൽ ബിടെക്കിന് ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ചില കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. പ്രധാനമായിട്ടും IT മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ 3 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ 4 വർഷത്തെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് സമയം കളയുന്നതിന് പകരം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു വെബ് ഫ്രെയിംവർക്ക് പഠിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു ജോലിയിൽ പ്രവേശിക്കാം. അതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ബിടെക് ഡിഗ്രി എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബിടെക്കിന് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുക. വിത്തൗട്ട് ഡിഗ്രി നിങ്ങളൊരു എന്താ പറയുക, ഇങ്ങനൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ശമ്പളം കിട്ടുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളെ നമുക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടാം. ചില കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കോഡിങ്ങിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടാകും. സോ അങ്ങനെയുള്ളവർ ആ ഒരു ഫീൽഡ് വളരെ എക്സലൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റിന് ഒരു IT ഫീൽഡിൽ ജോലി ലഭിക്കുക എന്നത് വളരെ ഈസിയാണ്. സോ അവരവരുടെ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്ത് കയറുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും കേസിലും അത് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. നമ്മൾ പറയാറില്ലേ, കോഡിംഗ് ഈസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. സോ നിങ്ങളൊരു കോഡിംഗ് മാത്രം പഠിക്കാനായിട്ട് വിചാരിച്ച് ആ ഒരു സെക്ഷനിലേക്ക് ചെല്ലുന്നു, നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി ഇല്ല, കോഡിംഗ് ഇല്ല, അതായത് നിങ്ങൾക്കൊരു ജോലിയില്ല, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാം. മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഇപ്പോൾ TCS പോലുള്ള വളരെ മൾട്ടിനാഷണൽ കമ്പനീസിൽ അവരൊരു ക്രൈറ്റീരിയ വെക്കാറുണ്ട്. അതായത് 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ MCA കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ബിടെക് കോഴ്സ് ആണെങ്കിൽ 74% കട്ട് ഓഫ് വേണം. സോ അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനിയിൽ നമുക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ജോലി ലഭിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്, എന്തിനാ നിങ്ങൾ മൾട്ടിനാഷണൽ കമ്പനിയിൽ ആദ്യം ജോലി ചെയ്യണം, ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കമ്പനീസിൽ എത്താമല്ലോ. അതൊരു ഓപ്ഷനാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് കൊണ്ട് ഒരു റിസ്ക് എടുക്കാതിരിക്കുക. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹയർ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി വേണം. കോളേജ് പഠനകാലത്ത് നമ്മൾ പലവിധ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇത് മാത്രമല്ല, അതായത് നമ്മൾ ഒരുപാട് പേരോട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് മാത്രമല്ല ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ബിടെക്കിനെ സംബന്ധിച്ച് നമുക്ക് സെമസ്റ്റർ എക്സാംസ് വരുന്നുണ്ട്, അതിനിടയിൽ നമ്മുടെ സെമിനാർ പ്രസന്റേഷൻസ് വരുന്നുണ്ട്, കോളേജിൽ മറ്റ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്ത് നമുക്ക് വൈസായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളിലൂടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ചതുപോലെ ആയിരിക്കില്ല അതിനുശേഷം ബിടെക്കിലേക്ക് വരുമ്പോൾ. അവിടെ സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. മിക്കവാറും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയായിരിക്കും അവിടെ പഠിക്കേണ്ടത്. ടീച്ചേഴ്സ് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. സോ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് 2 കാൻഡിഡേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്ത ഒരാളാണ്, അതായത് ഹൈലി സ്കിൽഡ് പേഴ്സൺ ആണ്. മറ്റേ ആളൊരു സ്കില്ലുണ്ട് പ്ലസ് അദ്ദേഹത്തിന് ഒരു എഡ്യൂക്കേഷൻ കൂടിയുണ്ട്, അതായത് ഒരു ബിടെക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർ സെലക്ട് ചെയ്യുക സ്കിൽ അതോടൊപ്പം തന്നെ ഒരു ബിടെക് ഡിഗ്രി ഉള്ള ഒരാളെ ആയിരിക്കും. ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ബിടെക് ഡിഗ്രി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഗ്രി കോഴ്സ് കൊണ്ട് ആരും നിങ്ങൾക്ക് ജോലി തരത്തില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെതായ രീതിയിലുള്ള സ്കിൽ കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇൻ കേസ് നിങ്ങൾക്ക് അത് പറ്റിയില്ല, കോഡിംഗ് പറ്റിയില്ല, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു PS എക്സാം എഴുതാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയെങ്കിൽ അവിടെയും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള എക്സാം അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻസുള്ള എക്സാം കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാത്രമല്ല, നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങി പോവാതെ ഇതല്ല എങ്കിൽ ഒരു പ്ലാൻ A അവിടെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്ലാൻ B കൂടി നിങ്ങൾക്ക് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല, സോഷ്യൽ മീഡിയസിൽ കാണുന്ന ക്യാമ്പയിൻസും മറ്റു കാര്യങ്ങളും മാത്രം വിശ്വസിച്ച് നിങ്ങൾ തലയിടാതിരിക്കുക. നിങ്ങൾക്ക് അത്രത്തോളം ഉറപ്പുണ്ട് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. ഒരിക്കലും നമ്മുടെ 4 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു കോളേജ് കാലം എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. നമുക്ക് എന്തായാലും ഒത്തിരി നല്ല മെമ്മറീസ്, മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക്